കിടപ്പറയിൽ എന്നെ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തൃപ്തിപ്പെടുത്താനോ സ്വയം പൂർണ്ണനായൊരു ആണൊരുത്തനായി മാറാനോ കഴിവില്ലാത്തൊരുത്തനാണ് എൻ്റെ കൂടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുന്നവനെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പുല്ലുപോലെ അയാളെ വേണ്ടെന്ന് വെച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞവളാണ് ഞാൻ. ഉപകാരമില്ലെന്ന് കണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ച് വലിച്ചെറിഞ്ഞ് കളഞ്ഞതിനെയാണ് ദിയെ നീ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ പോകുന്നത്. വെറുതെ വീട്ടുകാരുടെ വാക്ക് കേട്ട് വിഡ്ഢിത്തം കാണിക്കാൻ നിൽക്കണ്ട നീ. നിനക്ക് മാത്രമാണ് നഷ്ടം. നിന്നെ തൃപ്തിപ്പെടുത്താനോ നിനക്കൊരു കുട്ടിയെ തരാനോ കഴിവില്ലാത്ത അയാളെ കെട്ടാൻ നീ സമ്മതിക്കരുത് ഒരിക്കലും. ആരെത്ര നിർബന്ധിച്ചാലും നീ സമ്മതം പറയരുത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ദിയ ഒന്നാകെ പിടിച്ചു കുലുക്കി സുമി ചോദിച്ചതും സമ്മതമെന്നതുപോലെ തലയിളക്കിപ്പോയി ദിയ. ഒരു വിജയച്ചിരി തെളിഞ്ഞു സുമിയുടെ മുഖത്ത്. കാർത്തിക് ഏതൊരു പെണ്ണ് മോഹിക്കും പോലെയൊരു ആണൊരുത്തനാണവൻ. ഭംഗിയുള്ള മുഖവും ഏതൊരു പെണ്ണിനെയും മോഹിപ്പിക്കാൻ തക്ക ഉറച്ച മാംസപേശികളുള്ള ദൃഢമായ ശരീരവും തന്നെ അവന്റെ ആരാധികയാക്കി. അവനെ സ്വന്തമാക്കി അവന്റെ കരുത്തറിഞ്ഞ് അവനിൽ അലിയാനുള്ള മോഹം കഠിനമായപ്പോഴാണ് അച്ഛനെ സമീപിച്ചത്. വാശിയോടെ അവനെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞത്. അത്ഭുതമായിരുന്നു അച്ഛനും. തികച്ചും ഒരു സാധാരണക്കാരനായ അവനുവേണ്ടി താൻ വാശി പിടിക്കുന്നതിൽ. ആഗ്രഹിക്കുന്നതെന്തും വാശി പിടിച്ച് നേടിയെടുക്കുന്ന തന്റെ വാശി തന്നെ വിജയിച്ചു. ഒടുവിൽ അവനെ സ്വന്തമാക്കി. എന്നാൽ താൻ അറിയാൻ ആഗ്രഹിച്ച അവന്റെ ശരീരവും കരുത്തും അതൊരിക്കലും പൂർണ്ണമായി തനിക്ക് സ്വന്തമായില്ല. തനിക്ക് അടുത്തെത്തുമ്പോഴേ അവൻ തളർന്നു പോകും. അവന്റെ ശരീരവും തനിക്കൊരു നിത്യകാഴ്ചയായതും വിവാഹം കഴിഞ്ഞ് ദിവസങ്ങളായതേയുള്ളൂ എന്നത് മറക്കാൻ പ്രേരിപ്പിച്ചു തന്നെ. കണക്കറ്റു പരിഹസിച്ചു അവനെ. വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഇടയിൽ ഒരു കഴിവ് കെട്ടവനാക്കി തീർത്ത് അവനെ ആവോളം പരിഹസിച്ച് രസിച്ചു താൻ. ഒടുവിൽ അവനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ആ വീടിന്റെ പടിയിറങ്ങിപ്പോന്നിട്ടും എന്തോ അവനോടുള്ള ദേഷ്യം മാത്രം വിട്ടൊഴിഞ്ഞില്ല മനസ്സിൽ നിന്നും. 1 വർഷത്തിനപ്പുറം രാഹുലിന്റെ ഭാര്യയായി താൻ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കുമ്പോഴും മനസ്സിൽ ഒരസ്വസ്ഥത നിറയും സുമിയിൽ പലപ്പോഴും. എന്തിനെന്നറിയാത്ത ആ അസ്വസ്ഥതയുടെ കാരണം തിരയുമ്പോഴാണ് കാർത്തിക്കിന്റെ വിവാഹവാർത്ത കാതിലെത്തിയത്. കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത വാർത്ത. അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ടെന്ന ചിന്തയിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവൻ കെട്ടാൻ പോകുന്നത് തനിക്കറിയാവുന്നവളെയാണെന്ന്. കോളേജിൽ തന്റെ കൂടെ ഉണ്ടായിരുന്നവളാണ് ദിയ. ഒരു പേടിത്തൊണ്ടി പെണ്ണ്. വീട്ടുകാരെ എതിർവാക്കില്ലാതെ അനുസരിക്കുന്നവൾ. അവളെ തേടി കണ്ടെത്തി ആ കല്യാണം മുടക്കാനുള്ളതെല്ലാം ചെയ്തു മടങ്ങുമ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തിയുണ്ട് സുമിയിൽ. കാർത്തിക് ദിയയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് കണ്ണിലെരിയുന്ന കനലോടെ നോക്കി നിന്നു സുമി. താലികെട്ടും ചടങ്ങും കഴിഞ്ഞ് വധൂവരന്മാർ മണ്ഡപത്തിലൊരുങ്ങിയ ഇരിപ്പിടങ്ങളിലിരുന്നതും അവർക്കടുത്തേക്ക് ഗർവോടെ ശിരസുയർത്തിപ്പിടിച്ച് നടന്നു സുമി. പതിവിലും ഏറെ സുന്ദരനായിരിക്കുന്ന കാർത്തികിനെ കണ്ടതും ഉള്ളിലെവിടെയോ ഒരു നഷ്ടബോധ ചുഴിയിളകി അവളുടെ ഉള്ളിൽ. തന്നെ കണ്ടതും പരിഭ്രമം നിറയുന്ന കാർത്തികിന്റെ മുഖം കണ്ടതും സുമിയിലെ നഷ്ടബോധം അഹങ്കാരത്തിനു വഴിമാറി. ഒരു പെണ്ണിനോടത്ത് ശരീരം പങ്കിട്ട് രസിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയില്ല എന്നറിഞ്ഞിട്ടും നീയൊരു കഴിവ് കെട്ടവനാണ് എന്ന് നിനക്ക് തന്നെ ബോധ്യമുണ്ടായിട്ടും നീ എന്തിനാടാ വെറുതെ ഈ പെണ്ണിനെ കെട്ടിയത്? ഇവളുടെ സൗന്ദര്യം വെറുതെ നോക്കി നിൽക്കാനാണോ? കാർത്തികിനോട് തനിക്കുള്ള അവജ്ഞ മുഴുവൻ തന്റെ ശബ്ദത്തിൽ നിറച്ച സുമി അവനോട് ചോദിച്ചതും പരിഭ്രാന്തിയോട് അവന്റെ നോട്ടം തേടിയത് ദിയയാണ്. അവളിലെ മാറ്റങ്ങളെയാണ്. നീ അവളെ നോക്കണ്ട കാർത്തിക്. നീ ഒരു കഴിവുകെട്ടവനാണെന്നും നിന്നെ കെട്ടി ജീവിതം തുലയ്ക്കേണ്ട എന്നെല്ലാം നേരത്തെ തന്നെ ഞാൻ അവളെ നേരിട്ടറിയിച്ചതാണ്. അത് കേൾക്കാതെ നിന്റെ ഈ സൗന്ദര്യത്തിൽ മയങ്ങി വന്നേക്കുവാണവൾ. നീ കാഴ്ചയ്ക്കേ കൊള്ളൂ എന്ന് ഇന്നത്തെ ഒരു രാത്രിയോടെ അവൾക്ക് മനസ്സിലാകും. അപ്പ തീരും അവളുടെ അഹങ്കാരവും. സുമിയുടെ വാക്കുകൾ കാർത്തിക്കിലൊരു പരിഭ്രമം തീർത്തുവെങ്കിലും ദിയയുടെ മുഖം തികച്ചും ശാന്തമായിരുന്നു. വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയതും വല്ലാത്തൊരു വെപ്രാളം പൊതിഞ്ഞു കാർത്തികിനെ. പലപ്പോഴും തന്നിലേക്കെത്തുന്ന ദിയയുടെ നോട്ടം അവന്റെ ഉള്ളിലെ ഉഷ്ണത്തേറ്റി. ദിയ, എനിക്കിത്തിരി സമയം തരാമോ? രാത്രി തന്റെ മുറിയിലേക്ക് കിടക്കാനെത്തിയ ദിയയോട് ചോദിക്കുമ്പോൾ ആദ്യ വിവാഹബന്ധം തന്റെ കഴിവുകേടുകൊണ്ട് തകർന്ന ഒരുവന്റെ ദയനീയത മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു കാർത്തികിന്റെ ശബ്ദത്തിൽ. കാർത്തിയേട്ടന് എന്നെ ഒരു ഭാര്യയായി കാണാനും ഉൾക്കൊള്ളാനും സമയം വേണമെങ്കിൽ അതെടുത്തോളൂ. എത്ര നാളാണെങ്കിലും. മറിച്ച് താൻ പൂർണ്ണനായൊരു പുരുഷനല്ല എന്ന ചിന്തയിലാണ് ഈ സാവകാശം ചോദിക്കില്ലെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. കാരണം കാർത്തിയേട്ടനെയും കാർത്തിയേട്ടനിലെ പുരുഷനെയും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് സുമിയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ താലിക്കായി ഞാൻ തലകുനിച്ചതും. ഇഷ്ടമാണ് കാർത്തിയേട്ടനെ എനിക്ക്. വിശ്വാസവുമാണ് എന്നെക്കാൾ. ചുണ്ടിലെ പുഞ്ചിരി മായാതെ തന്നെ നോക്കി പറയുന്നവളെ അങ്ങനെ നോക്കിയിരിക്കെ അവളുടെ പുഞ്ചിരിക്കുന്ന തേനൂറും അധരങ്ങളും വിടരുന്ന മോഹിപ്പിക്കുന്ന കണ്ണുകളുമെല്ലാം അവളിലേക്ക് അവനെ മാടി വിളിച്ചുകൊണ്ടിരുന്നു.
ക്രമം തെറ്റി ഉയരുന്ന തന്റെ ശരീരോഷ്ണം സ്വയം ചെറുക്കാൻ പറ്റാതെ വന്നൊരു നിമിഷം ദിയയിലേക്ക് പൂർണ്ണമായി ചേർന്നലിഞ്ഞുപോയി കാർത്തിക്. താനെന്ന പുരുഷന്റെ കരുത്തും കഴിവും പൂർണ്ണമായി ദിയയിൽ ലയിപ്പിച്ച് അവളുടെ മാറിൽ തന്നെ തളർന്നു വീഴുമ്പോൾ കാർത്തികിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീരിറ്റി പടർന്നു അവളുടെ മാറിലായി. സുമി എന്ന പെണ്ണിന്റെ അഹങ്കാരത്തിലും അമിതമായ ലൈംഗിക തൃഷ്ണയിലും പതറി തളർന്നു പോയതാണ് പലപ്പോഴും താനെന്ന പുരുഷനെന്നറിഞ്ഞിട്ടും ഉള്ളിലൊരു ഭയം മറഞ്ഞിരിപ്പുണ്ടായിരുന്നു കാർത്തികിൽ. അതാണൊരു പുഞ്ചിരിയിലൂടെ ദിയ അവനിൽ നിന്നകറ്റിയതും. 3-4 വർഷങ്ങൾക്കിപ്പുറം കാർത്തികൻ ദിയയും അവരുടെ 2 കുഞ്ഞുങ്ങളെയും കയ്യിലേന്തി ജീവിതത്തിലെ അതിമനോഹരമായൊരു പ്രണയകാലം ആസ്വദിച്ചനുഭവിക്കുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒഴിഞ്ഞുമാറി ജീവിച്ചു സുമി. സ്വന്തമെന്ന് പറയാനൊരു കുഞ്ഞോ ചേർത്ത് പിടിക്കാൻ ഒരു പുരുഷനോ ഇപ്പോഴവളുടെ ജീവിതത്തിലില്ല. ഒന്നിലും സംതൃപ്തി കണ്ടെത്താൻ കഴിയാത്തൊരുവൾക്കൊപ്പം ജീവിതം ജീവിച്ചു തീർക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് അവളുടെ 3ാമത്തെ ഭർത്താവും ഈ സമയം കൊണ്ടവളെ ഉപേക്ഷിച്ചു പോയിരുന്നു. ഇനിയെങ്കിലും തന്റെ മകൾക്ക് അവൾ ആഗ്രഹിക്കുന്ന ഭർത്താവിനെ നേടിക്കൊടുക്കണമെന്ന ചിന്തയോടെ അവൾക്കുള്ള പുരുഷനെയും തിരഞ്ഞ അന്നേരവും അവളുടെ അച്ഛൻ അലയുന്നുണ്ട് തെരുവോരം. കണ്ടെത്തുമായിരിക്കും എന്നെങ്കിലും അയാൾ തന്റെ മകൾക്കൊരുവനെ, അവൾ ആഗ്രഹിക്കും പോലെ ഒരുവനെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.